ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. കടലമാവ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമ്മുടെ വ്യൂസിലധികവും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അതിൻ്റെ ബെല്ലാണ് ഞാൻ വീണ്ടും ഇത് എടുത്ത് പറയുന്നത്. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. ഇതിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഉണ്ടാവും. വെജിറ്റബിൾ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന ചൂടാക്കിയല്ല എടുത്തിട്ടുള്ളത്, എന്നാലും സാധാരണ ചൂടിൽ നിന്ന് ഒരല്പം കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അളവിലല്ലേ ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി വേണം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും 1 കപ്പ് അളവിലെ വെള്ളമാണ്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചെറുതായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. കായപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അയമോദകമാണ്. നമ്മൾ ഈ മുറുക്കിലൊക്കെ ചേർക്കില്ലേ അയമോദകം, അതാണ്. അയമോദകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ഇത് ചേർത്തേക്കണം. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കുരുമുളക് പൊടി ചേർത്താലും മതിയാവും. അപ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഫൈനലി വേണ്ടത് കടലമാവാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് ചിലപ്പോൾ വരില്ല. ഈ വെള്ളത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കേണ്ടത്. എന്നാൽ ശരി, നമുക്ക് കുറച്ചായിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ കട്ടയൊന്നും പിടിക്കാതെ കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ മിക്സ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും തിക്കായിട്ട്, ഒരുപാട് തിക്കായിട്ട് ആകാനും പാടില്ല, ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൈവച്ചിട്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 3 മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അത്രയും സമയം കൊണ്ട് ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ എടുത്ത 1.5 കപ്പ് കടലമാവിൽ ഒരു 1/4 കപ്പ് അളവിൽ കടലമാവ് ബാക്കിയുണ്ട്. ഇത് ഇത്രയും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഇത് മതിയാവും. അതുകൂടി ചേർക്കുകയാണെങ്കിൽ നല്ല കട്ടിയായി പോവും. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹോളുള്ള ഒരു അരിപ്പ നമ്മളെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് ഇച്ചിരി വലുതാണ്. ഇതിൻ്റെ ചെറുതാണ് നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ളത്. ഞാനിപ്പോൾ ഇത്രയും വലുതായിട്ടുള്ളൊന്ന് എടുത്തുന്നേ ഉള്ളൂ. ചെറുതിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലെ ആ ഹോളിൽ കൂടിയാണ് ഈ ഓയിലിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഈ ഹോളിൽ കൂടി ഇങ്ങനെ ഓയിലിലേക്ക് മാവെല്ലാം വീണുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് അത് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇത് എത്രമാത്രം ടേസ്റ്റാണ് ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ ഇത് എത്ര ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് അറിയാൻ പറ്റുള്ളൂ.
3 ആഴ്ച വരെ നമുക്കിതൊരു എയർ ടൈറ്റ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. ഞാനിപ്പോൾ ഇത് എത്രമാത്രം സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തു അതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബാറ്ററി തയ്യാറാക്കാം, വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.